ശരിക്കും പറഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്. ഇസ്രയേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. പശ്ചിമേഷ്യ ശരിക്കും വിറങ്ങലിച്ചിരിക്കുകയാണ്. അതായത് പശ്ചിമേഷ്യയിലൂടെ ലോകസഞ്ചാര ചരക്കുപാതയുടെ വലിയൊരു ഭാഗം കടന്നു പോകുന്നുണ്ട്. അതുതന്നെയാണ് ഇതിനുള്ള പ്രധാന കാരണം. കടൽ ചരക്കു നീക്കം പൂർണ്ണമായി നടക്കുന്നതും ഹോർമുസ് കടലിടുക്ക് വഴിയും ചെങ്കടൽ വഴിയുമാണ്. സംഘർഷം രൂക്ഷമായാൽ മിക്ക രാജ്യങ്ങളും വ്യോമപാത അടയ്ക്കും. ഇതോടെ മറ്റു രാജ്യങ്ങളിലും ഈ യുദ്ധ സാഹചര്യം വലിയ തോതിൽ ബാധിക്കും. അവശ്യ വസ്തുക്കൾക്കും ഗതാഗതത്തിനും ചെലവേറും. പ്രവാസികളുടെ യാത്ര തടയപ്പെടും. അതായത് അമേരിക്ക ഇപ്പോൾ നേരിട്ട് യുദ്ധമുഖത്തേക്ക് ഇറങ്ങിയതോടെ അന്തരീക്ഷം മാറിയിരിക്കുകയാണ്. കാരണം പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് വ്യാപിച്ചു കിടക്കുന്ന സൈനിക കേന്ദ്രങ്ങളുണ്ട്. അതേസമയം ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. ഇപ്പോൾ 1000-നടുത്തിരിക്കുകയാണ് മരണപ്പെട്ടവരുടെ കണക്കുകളിൽ പറയുന്നത്. 3450 പേർക്കെങ്കിലും പരിക്കേറ്റതായും മനുഷ്യാവകാശ സംഘടന വ്യക്തമാക്കുന്നുണ്ട്. ആക്രമണങ്ങളിൽ മരിച്ചവരിൽ കൂടുതലും സാധാരണക്കാരാണ്. മാത്രമല്ല, ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ 400 പേർ കൊല്ലപ്പെടുകയും 3056 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് ഇറാൻ ആരോഗ്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച വ്യക്തമാക്കിയത്. ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ച അമേരിക്കയ്ക്ക് കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകിയത്. US സൈനിക താവളങ്ങളെ ഇറാൻ ലക്ഷ്യമിടുന്നതെന്നാണ് സൂചന. നയതന്ത്ര സാധ്യതകൾ സ്വയം നശിപ്പിക്കാൻ അമേരിക്ക തീരുമാനിച്ചു. ആണവ കേന്ദ്രങ്ങൾക്ക് മേൽ നടത്തിയ US ആക്രമണങ്ങൾക്കുള്ള മറുപടി, അതിന്റെ സമയം, സ്വഭാവം, വ്യാപ്തി എന്നിവ സൈന്യം തീരുമാനിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണങ്ങളുടെ പൂർണ്ണമായ പ്രത്യാഘാതം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഫോർദോ ആണവ കേന്ദ്രത്തിലെ നാശനഷ്ടങ്ങൾ നിലവിൽ വിലയിരുത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് UN ആണവ മേധാവി പറഞ്ഞിരിക്കുന്നത്. അതേസമയം നദാൻസ് ആണവ കേന്ദ്രത്തിൽ ഒരു ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളതായി ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണാം. US ആക്രമണങ്ങളെ ഉത്തര കൊറിയ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രയേലിന്റെ വീണ്ടുവിചാരമില്ലാത്ത നടപടിയാണ് മേഖലയിൽ സംഘർഷത്തിന് കാരണമായതെന്ന് ഉത്തര കൊറിയ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അമേരിക്ക മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ പ്രഹരം പ്രതീക്ഷിക്കണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞു. അമേരിക്കക്കാർ മുമ്പത്തേക്കാൾ വലിയ നാശനഷ്ടങ്ങളും പ്രഹരങ്ങളും പ്രതീക്ഷിക്കണം. സയനിസ്റ്റ് ശത്രു ഒരു വലിയ തെറ്റ് ചെയ്തു, വലിയ കുറ്റം ചെയ്തു. അതിനെ ശിക്ഷിക്കണം. ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ശിക്ഷിക്കുകയാണ്. ഖമേനി എക്സിൽ കുറിച്ച സന്ദേശത്തിൽ പറയുന്ന വാക്കുകളാണിത്. എന്തായാലും ഈ സന്ദേശത്തിനു പിന്നാലെ അമേരിക്ക ആശങ്കയിലാണ്. എന്തായാലും നിലവിലെ സാഹചര്യം വിലയിരുത്തുകയാണ് ലോകരാജ്യങ്ങൾ. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.